ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ ഒരുപോലെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് അല്ല ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഡയറക്റ്റ് പാലെന്നെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. പാൽ ഒരു കപ്പോ 1.5 കപ്പോ ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇത് ഒരു ബൗളിലെടുത്തിട്ട് മൈക്രോവേവ് ചെയ്തെടുക്കുക ചെയ്യുക. അത് ഹൈ പവറിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മുടെ ഓട്സ് നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുക്കാവാനായിട്ട് വെറും 2 മിനിറ്റ് മതി. പെട്ടെന്ന് തന്നെ ഓട്സ് കുക്കായി വരും. അപ്പോൾ ഓട്സ് കുക്കായിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ ഒരു പഴമാണ് കേട്ടോ എടുക്കുന്നത്. റോബസ്റ്റ പോലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപഴമാണെങ്കിൽ 2 പഴമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഈ പഴം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. ഒരുപാട് ഉടഞ്ഞ് പേസ്റ്റായി പോകരുത് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണമൊക്കെ വേണം. നമ്മളിതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഈ പഴത്തിൻ്റെ മധുരമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരല്പം ഹണി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. അപ്പോൾ ഞാനിവിടെ പഴം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ഇല്ലേ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്ത് ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഓട്സ് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓട്സ് വേവിക്കുന്ന സമയത്ത് പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പാല് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓട്സ് വേവിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സിന്നമൺ പൗഡറാണ്. അതായത് നമ്മുടെ പട്ട പൊടിച്ചത്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പഴം കൂടി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരല്പം ബദാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഹണിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം മതി. കൂടുതലായിട്ടൊന്നും ചേർക്കരുത് കേട്ടോ ഹണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളിതിലേക്ക് മധുരം ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് ഉപ്പ് ചേർത്തിട്ടില്ല, ഒരുപാട് പാലും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.